ഇയാളും ഇയാളെ കൂടെ ഒരാളും മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. മൂപ്പരാണ് ഈ കുട്ടി മരിച്ച വീട്ടിൽ ഇസ്മായിലിൻ്റെ വീട്ടിൽ രണ്ടാൾ കയറി വന്ന് അവിടെയൊക്കെ ഫോട്ടോ എടുത്ത് സംസാരിച്ചൊക്കെ പോയി. അപ്പോൾ അയാൾ അവിടെ ചോദിച്ചു, നിങ്ങളെ പൂനാ റിപ്പോർട്ട് എന്തായും ചോദിച്ചു പെരക്കാർ. ഞാൻ അപ്പം തന്നെ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത്രേ പോസിറ്റീവാണ്, പക്ഷെ ആരോട് പറയുന്നു വേണ്ട, അതങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞത്രേ. ഇയാൾ പോയി. ഇവരൊരു മാസ്ക് ഇട് ഒന്നും ചെയ്തിട്ടില്ല. പോലീസുകാരടക്കം ഉണ്ടായിരുന്നു അപ്പുറത്ത് റോട്ടുമേ. ഓരോ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഇവരങ്ങനെ വന്ന് വണ്ടിയിൽ വന്ന് പോയി. ഞായറാഴ്ച ഇതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഇത് വലിയ നിപ്പിയും കിപ്പിന്നല്ല. ഇത് സംഭവം എന്താ വെച്ചാൽ ആസ്പത്രിൻ്റെ കൈക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, മിംസിൻ്റെ കൈക്ക്. അത് മറക്കാൻ വേണ്ടിയിട്ട് കുറേ നാടകങ്ങൾ ഉണ്ടാക്കിയതാണ്. മിംസിൻ്റെ കൈക്ക് കുട്ടിക്ക് ഡോസ് കൊടുത്തത് കൂടി, അതിൽ കുട്ടി പിന്നെ സഡസം കൊടുത്ത് കൂടിയപ്പോൾ കുട്ടി മുണ്ടില്ല, കുട്ടി പിന്നെ മരിച്ചു. അപ്പം അത് തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറേ നാടകങ്ങളാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിക്കണോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മയ്യത്ത് മറയതിൻ്റെ നിപ്പാന്ന് പറയണത്? എവിടെ ഇല്ല, അങ്ങനെ ചരിത്രത്തിലില്ല. പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് അപ്പം കിട്ടിയിട്ടില്ല. പിന്നെ ഓൾക്ക് എപ്പോഴും പെട്ടെന്ന് നിപ്പെട്ടി അതപ്പം തന്നെ കിട്ടി എന്നൊക്കെ പറയണ്ടോല്ലേ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് അപ്പം തന്നെ കിട്ടുമൊന്നുമില്ലല്ലോ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പെരയിൽ വന്ന് മയ്യത്ത് മാറിയത് അരമണിക്കൂർ കഴിഞ്ഞേക്ക് നിപ്പാറിന് പ്രചരിപ്പിച്ചു. ഇത് മരുന്നും കമ്പനിക്കാരും ഹെൽത്തിൻ്റെ ആൾക്കാരും. സർക്കാർ ഇപ്പോൾ കുറേ പരാജയത്തിലാണല്ലോ ആരോഗ്യവകുപ്പ്. അതുകൊണ്ട് കാട്ടിക്കൂട്ടിക്കുന്ന ഓരോ നാടകങ്ങളാണ്. പിന്നെ പൂന റിപ്പോർട്ട് പോസിറ്റീവാണ്. പൂനെക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് 6 ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പൂനെൻ്റെ റിപ്പോർട്ട് ഒരു 2 ദിവസം കൊണ്ട് കിട്ടലുണ്ട് ഇത്രേ. അപ്പോൾ ഈ റിപ്പോർട്ട് പോസിറ്റീവ് ആക്കാനും നെഗറ്റീവ് ആക്കാനും ഒക്കെ മിംസ് ഹോസ്പിറ്റലിന് പറ്റും, മൈത്രക്ക് പറ്റും. ഓല് 2 ടീമിനും അതിൽ ബാധ്യത ഉണ്ട്, കുറേ ഉണ്ട്. ഞാൻ ഒരു പറഞ്ഞു, കേസ് കൊടുത്താൽ കേസ് ഫയൽ ചെയ്തോളി, പൈസ തിരിച്ചിട്ടണം, കണ്ടമാനം ലക്ഷങ്ങൾ വാങ്ങിച്ചിരുന്നു, പൈസ തിരിച്ചിട്ടാൽ കേസ് ഫയൽ ചെയ്തോളി എന്ന് പറഞ്ഞിരിക്കണേ. ഏതായാലും ഇപ്പൻ്റെ അതിൽ നിന്ന് പുറത്തേക്കും ചാടിയാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടാവും. ഇത് ഓലെ കളികളാണ്, മരുന്ന് കമ്പനി, ആശുപത്രി, ഗവൺമെൻറ്റും കൂടി. അല്ലാതെ ഇതിന് നിപ്പിയല്ല. ഇതിന് ടെൻഷൻ കയറി അറ്റാക്ക് വന്നു എന്നൊക്കെ പറയേണ്ടത്. ഏതായാലും ഓല് സഡഷൻ കൊടുത്തത് കൂടിയെന്നാ ബല് പറയുന്നത് പെരക്കാർ. ഈ പെരയിൽ ഓല് ഒരാളെയും നിപ്പ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഈ പെരൻ്റെ ഉള്ളിൽ വന്നിട്ടുമില്ല, ആരെയും കൊണ്ടുപോയിട്ടില്ല. എന്നോടടക്കം പറഞ്ഞാൽ എന്താ അറിയാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയാൽ മതി എന്നാ. അറ്റക്കൊന്നും ഒരു കുഴപ്പമില്ല. ഓല ഒരു മാസ്കും വെക്കണില്ല. ഓല അവിടെ തൊടുകൂടി മുറ്റത്ത് കൂടിയൊക്കെ ഓല പണിയെടുത്ത് നടക്കുക. ഇപ്പം ഈ അങ്ങനെ നിപ്പുള്ള വീടാണെങ്കിൽ ഇങ്ങനെ പ്രൊഫസർമാരൊക്കെ ഒരു മാസ്ക് കൂടി ഇടാതെ പെരീക്ക് വരും ഇല്ലല്ലോ. അപ്പം ഇത് ആൾക്കാരെ പുറത്താക്കാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടികളാണ്. ഗവൺമെൻറ്റിന് ഒരുപാട് ഇപ്പോൾ പ്രശ്നങ്ങളും